ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വോൾഫ് ഗെയിമിംഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഇൻട്രോയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. എല്ലാ പ്രശ്നം നമ്മൾ പറയുന്നത് തന്നെ റോബ്ലോക്സിന്റെ ഗെയിം, പക്ഷെ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. മൈൻക്രാഫ്റ്റിന്റെ ജാവ എഡിഷനാണ്. ഞാൻ ജാവയിൽ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതിനു മുന്നേ ബെഡ് റോക്കിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം എത്രയാണേലും കളിച്ച് മുന്നോട്ട് പോവാം. വേണം ഞാൻ അവിടെ സ്പോൺ ആയിട്ടുണ്ട്. പോയി ഫുഡ് മുറിക്കാം. നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ടിപ്സ് ഒക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് അങ്ങനെ ഞാൻ ബെഡ് റോക്കിൽ കളിച്ചതുള്ളൂ. ജാവയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ജാവയിലെ ഫാംസ് ബെഡ് റോക്കിലെ ഫാം ജാവയിലൊന്നും വർക്ക് ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ അറിവുകളൊക്കെ എനിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ അത്ര പ്രോ ഒന്നുമല്ല. മൈൻക്രാഫ്റ്റിലാണെങ്കിൽ തന്നെ ഒരുപാടൊന്നും ഞാൻ കളിച്ചിട്ടില്ല. കുറച്ചൊക്കെ വെച്ചേ ഞാൻ കളിച്ചിട്ടുള്ളൂ. അവിടെ ഒരു ഡേർട്ട് ഇരിക്കുന്നുണ്ടോ? പന്നിക്കുട്ടന്മാരുടെ അടുത്ത് പോവാം. കുഴപ്പമില്ലാത്ത സ്പോണാന്ന് തോന്നുന്നു. രസമുണ്ട് സ്പോൺ. ഓക്കെ, സ്പോൺ കാണാൻ ചെറിയ രസമുണ്ട്. ചെറിയ ബ്ലോസം കഴിച്ചു. നമുക്ക് അവിടെ പോവാം. മൈൻക്രാഫ്റ്റിന്റെ വോയിസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ അതൊന്നും കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കത്തില്ല. പത്തിലോട്ടിടാം ഗൈസ്. ഓക്കെ, അപ്പം ഇപ്പൊ ക്ലിയർ ആണോ എന്ന് അറിയില്ല. കുറച്ചു മുന്നേ നല്ല വോയിസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കേൾക്കായിരുന്നോ എന്ന് അറിയത്തില്ല. മൈൻക്രാഫ്റ്റിന്റെ ഗൈസ്, അത് വില്ലേജ് അല്ലേ? എന്റെ സ്പോൺ ദേ അവിടെ, വില്ലേജ് ഇവിടെ. ഭയങ്കര അടുത്തായിരുന്നു ഗൈസ്. ഓ, സീഡ് കൊള്ളാം. ഇത് ഏത് സീഡ് എന്ന് നോക്കാം. ഞാൻ സീഡ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് പിൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പറ്റിയാൽ ഞാൻ വീഡിയോയുടെ ഇടയ്ക്കും കൂടി ഞാൻ കാണിക്കാം. ഓ ഗായ്സ്, ലക്കാണല്ലോ. ആ ചെറിയ ബസത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇതും കിട്ടി. അയ്യോ, ചാവൂല. ഓക്കെ, വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു വെറൈറ്റി പോലെ തോന്നുന്നു ഇതിനകത്ത് കളിക്കുമ്പോ. ചിലപ്പോ ഇത്രയും നാൾ ഞാൻ മൊബൈലിലായിരുന്നു കളിച്ചോണ്ടിരുന്നത്. ഇപ്പം ഞാൻ PC-യിലാണ് കളിക്കണേ. ഇതെന്താ തുറക്കാൻ പറ്റും? ഓ, റൈറ്റ് ക്ലിക്ക് ആയിരുന്നു. ഞാൻ ഓർത്താ എന്താ തുറക്കാൻ പറ്റാത്ത. വീടൊക്കെ എയറിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. അത് നമുക്ക് സെറ്റാക്കാം. ഇതെന്തുവാണ് ഇങ്ങനെയൊക്കെ ജനറേറ്റ് ആയിരിക്കുന്നത്? ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ പോവാം. ബ്ലാക്ക് സ്മിത്തിനെ എടുത്തിട്ട് പോവാം. ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേ? ഓ, ക്രിസ്മസ് അപ്ഡേറ്റ് ആയോണ്ടായിരിക്കും ഇത്. തുടക്കത്തിൽ തന്നെ ആ കൈഡൊക്കെ കിട്ടിയില്ല ഗൈസ്. അഡ്വാൻസ്മെന്റ് ഒക്കെ എനിക്ക് കിട്ടി. ഏതൊക്കെ ഇതിൻ്റെ തന്നെ ഇരിക്കട്ടെ. ഗോൾഡ് ഇതോടെ തന്നെ തൽക്കാലം ഇരിക്കട്ടെ. നമുക്ക് പിന്നീട് സെറ്റാക്കാം. ഓക്കെ, കുറച്ചൊന്ന് തിന്നാൻ വേണം ഗൈസ്. എൻ്റെ ഹങ്കർ ബാർ നല്ല കുറഞ്ഞിട്ടുണ്ട്. അയ്യോ, എങ്കോളണ്ണ ഇവിടെ ഉണ്ട്. ഓ, ലെതർ ക്യാപ്പ് ആർക്ക് വേണം? ദാരിദ്ര്യം. ഓക്കെ, അവിടെ അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. എൻ്റെ ഫുഡ് നല്ല കുറവാണ്. ഓക്കെ, അവിടെ ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഹെയ്ബേല് കിട്ടി. അങ്ങനെ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് പശുക്കൾ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നാള് വെജിറ്റേറിയൻ ആയിരിക്കും ഗൈസ്.
അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോൺ വെജിറ്റേറിയൻ ആവാം. ബ്രെഡ് നമുക്ക് എടുക്കാം. ബാക്കിയുള്ളൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. സ്മിത്തിങ് ടേബിൾ ഉണ്ട്. ഫസ്റ്റ് നമുക്കിവിടെ ഒരു വീട് സെറ്റ് ആക്കണം. ഏത് വീട് എടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതെന്താണ് ഈ ഒരു വീട് മാത്രം മാറി നിൽക്കണേ? ബാക്കിയെല്ലാം ഒന്നിച്ചാണ് നിൽക്കണേ, ആ ഒരു വീട് മാത്രം. ഓക്കെ, അങ്ങനെ ചെറിയ ബ്ലോസ് ഐലൻഡിലോട്ട് പോണോ? മറ്റേ ബയോമിലോട്ട്. ഐലൻഡ് എന്നൊക്കെയാണ് എപ്പോഴും വരുന്നത്. സോറി, ക്ഷമിക്കണം. തുടക്കമായതുകൊണ്ടാണ്. സെറ്റാക്കാം. ഹങ്കർ ഒട്ടുമില്ല. ഞാൻ ആണെങ്കിലും ഒരു ഇതുണ്ടാക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിള്. ഇപ്പം എൻ്റെ കറൻ്റ്ലി ഉള്ള സ്കിൻ ഇതാണ്. നമുക്ക് സെറ്റാക്കാം. എനിക്ക് സ്കിന്നൊന്നും എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ടീ ലോഞ്ചറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കുന്നതെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. മോഡും സ്കിന്നും ഒക്കെ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്ത്. എങ്ങനെയത് മൊത്തം എടുക്കണേ? ക്ലിക്ക് ചെയ്ത് തന്നെ എടുക്കണമെന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെ വെക്കാം. പിക്കാസ് ഇട്ടിട്ടുണ്ട്. അതേ ചാനൽ നമുക്കിവിടെ ഏതെങ്കിലും വീട്ടിൽ കയറിക്കൂടാ. ഈ വീടെടുത്തല്ലേ വേണ്ട, ഇത് ചെറുതല്ലേ വേണ്ട, ഇത് വേണ്ട. അയ്യോ, ഓക്കെ. ഞാൻ വിചാരിച്ച കുഴിയാന്ന്. വെച്ചാൽ കുഴിയല്ലായിരുന്നു. ഇതിനകത്ത് നമുക്ക് 1.21.10 ആണ് ഞാൻ കളിക്കണേ. ബ്രെഡ് എടുത്ത് വെച്ചു, തിന്നില്ല. ഓക്കെ, നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് റീസ്പോൺ സെറ്റ് ചെയ്യാം. നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ തന്നെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവനെ നോക്കല്ല. ഒരുപാട് അടി അടിക്കേണ്ടി വരുന്നു. നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ കൊണ്ട് വെച്ചിട്ട് വന്നു. വില്ലേജിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, നമുക്കാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. തുറന്ന് നോക്കിയതായിരുന്നു. ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് മരം വേണം. നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോവാം. അതുകൊണ്ട് കുറച്ച് സാധാ സാധനങ്ങൾ എടുക്കാം. പിന്നെ ഒരു 16 അവിടെ വെച്ചിട്ട് പോവാം. തുറച്ചിരുന്നോട്ടെ. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഞാൻ ഉണ്ടാക്കി വെച്ച നൈറ്റ് അവറായി, കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കി വെച്ച ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാനില്ല ഗൈസ്. അത് എവിടെ കൊണ്ടാണോ ഞാൻ വെച്ചത്? അതേ ഇരിക്കുന്നു. നമുക്ക് ഇത് എടുത്തോണ്ട് പോവാം. നാളെ തന്നെ കുറച്ച് മരം മുറിക്കാം ഗൈസ്. കിട്ടിയോ? കിട്ടി ഗൈസ്. നൈറ്റ് അവറായി. ശാന്തസുന്ദരമായ സൂര്യാസ്തമയം. വീടിന്റെ മണ്ട കയറാൻ പറ്റില്ലേ? പറ്റും. നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എനിക്ക് ടിപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഈ ഗെയിമിൽ? പിന്നെ ജാവയും ബെഡ്റോക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. കാരണം ഞാൻ പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഇതിൽ. അപ്പം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കിടക്കാൻ പറ്റത്തില്ല. ഇല്ല.
നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈം അറിയുന്ന മോഡ് വല്ലതും ഉണ്ടോയെന്നൊന്ന് നോക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതനുസരിച്ച് കിടക്കാൻ പറ്റുമല്ലോ. ഒന്ന് വേഗം കിടക്കണ്ട, എനിക്ക് പോകണം. ഓ സോറി, അസുമിക്കുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, കിടന്നു. വീടിന്റെ കഥ നമുക്ക് എപ്പോഴും അടച്ചു വെക്കണം. ഇതുണ്ടാക്കാൻ മറന്നു. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ പിക്കാസും ഉണ്ട് അവിടെ വെച്ച്. അതിന് മുന്നേ എനിക്ക് ചെറിയൊരു പണിയുണ്ട്. നമുക്ക് ടൈം അറിയാവുന്ന എന്തായാലും സെറ്റപ്പ് ഉണ്ടോ നോക്കട്ടെ. ഇത് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. ഇത് എന്നാ ചെയ്യണ്ടേ? എൻ്റെ അതൊക്കെ എന്തോ റിസോഴ്സ് പാക്ക് ഒന്നും ഇല്ല ഇപ്പം എൻ്റെ കയ്യിൽ. ഇതൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് എങ്ങനെ നമ്മള് സെറ്റിങ്സിലോട്ട് പോകുന്നു? അല്ല, എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? മറ്റേ ഷോ കോർഡിനേറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ ജാവയ്ക്കകത്ത്? എനിക്കിത് ഒട്ടും അറിയത്തില്ല. അതിന് ടി ലോഞ്ചർ വഴി കയറ്റുന്നതിന് അതിന് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ മൈൻക്രാഫ്റ്റിന്റെ ജാവ കയറ്റാൻ? എനിക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അവിടെ ചെറിയ ലാവയൊക്കെ ഉണ്ട്. സൂമും ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേറെ മോഡ് വേണം. സൂം ചെയ്യാൻ വേറെ മോഡ് വേണമെന്ന് തോന്നുന്നു. അവിടെ ചെറിയ ഗുഹയുണ്ട്. നമുക്ക് ആ ഗുഹയിലോട്ടൊന്ന് പോയി നോക്കാം. അത് അത്യാവശ്യം വലിയതാന്ന് തോന്നുന്നു. അയ്യോ, നോക്കി ഇറങ്ങി പോണം. ഡ്രിപ്സ്റ്റോൺ കളക്ട് ചെയ്തോണ്ട് പോവാം. നല്ല ടൈം എടുക്കുന്ന സുഖ പൊട്ടിയെ. ഒരു പിക്കാസ് എടുത്തോണ്ട് വരണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. കോളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ പോയിട്ട് പിക്കാസ് ഒക്കെ ഒന്ന് എടുത്തോണ്ട് വരട്ടെ. എന്നിട്ട് കുറച്ച് സ്റ്റോണും മുറിച്ച്. അയ്യോ, ഇതെവിടുന്ന കേട്ടെ? ഒരു സോംബിയുടെ ഒച്ച. ലേസ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതൊരു ക്രീപ്പറിന്റെ തലയാണോ ഞാൻ കണ്ടത്? അല്ല, ഡേർട്ട് ഗ്രാസ് ബ്ലോക്കിന്റെ ആയിരുന്നു. നമ്മുടെ വീട് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. നമ്മുടെ വീടിന്റെ മണ്ടയിൽ നമുക്കൊരു വൂള് കൊണ്ടുവെക്കാം. ഇവിടെ കുഴപ്പമില്ല. കുതിര. ഞാനത് ഓക്കെ. സാഡിലൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് എവിടെ നിന്ന് ഇന്ത്യ പോയോ? ഒരു അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടി. ഇതെങ്ങനെ ഇറങ്ങാനാ? ഓക്കെ. കൺട്രോൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ലാഗ് ഒക്കെ വരണേ. കുറച്ച് സ്റ്റോൺ വേണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുതിരക്ക് ഇടാൻ പറ്റിയൊരു പേര് നിങ്ങള് താഴെ കമന്റ് ചെയ്യുക. നമ്മള് ഫസ്റ്റ് മൈൻ തന്നെ നമ്മള് അയൺ പിക്കാസ് വെച്ചിട്ടാണ്. കാരണം ഇത് കളക്ട് ചെയ്തിട്ടാണ് ഗൈസ്. കുറച്ച് വുഡ് വേണം നമുക്ക്. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഒരു വീട് ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള ഒപ്പീനിയൻ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. താഴെ ഒരു കേവ് ആണ് ഗൈസ്. ഇപ്പൊ നമ്മളെ കണ്ട കേവ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് ഡ്രിപ്പ് സ്റ്റോൺ ഒക്കെ. നമുക്ക് പിന്നെ മൈനിങ്ങിനൊക്കെ പോവാം.
ഒരു 10-15 മിനിറ്റായി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. മാക്സിമം ഞാൻ എഡിറ്റിംഗ് ഒന്നും ഇല്ല ഗൈസ്, അതാണ് അതിന് ഞാൻ വീഡിയോക്ക് ലെന്ത് കൂടുന്ന ഇടയ്ക്കിടുന്ന വീഡിയോസിനൊക്കെ 17 മിനിറ്റ് ഒക്കെ ഇല്ല ഗൈസ്. അത് എഡിറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. എഡിറ്റിംഗ് ഞാൻ മാക്സിമം കുറച്ചാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് ഒരു സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. ഓക്കെ, അതുണ്ടാക്കാം. ഇനി അടുത്ത് സ്വോർഡ്. അങ്ങനെ സ്വോർഡ് ഇങ്ങനെയല്ലേ? അതെ, സ്വോർഡ് കിട്ടി. ഓക്കെ, പിക്കാസ് ഉണ്ട്, നമുക്ക് ഇവിടെ വെക്കാം. മരം വെട്ടണം ഗൈസ്, മരം. ഇവിടെ വല്ലതും പോകേണ്ടി വരുമോ? ഇവിടെ ചെറി ബ്ലോസം ഉണ്ട്, അത് മതിയോ? നമുക്ക് ഓക്കാണ് ആക്ച്വലി വേണ്ടേ. കുറച്ച് ചെറി ബ്ലോസം കൂടി നമുക്ക് വെട്ടിക്കൊണ്ട് പോവാം. ഇപ്പം അവിടെ ഏതൊരു ഭയം ഉണ്ട്, അത് ഏതാന്നൊക്കെ നോക്കിയിട്ട് വരാം. അത് സാധാ ഭയം അല്ലേ? കൊള്ളാം. സ്പോണൊക്കെ നല്ല ലക്ക് സ്പോണായിരുന്നു. അവിടെ ഷുഗർ കെയിൻ ഒക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് അത് പോയി എടുത്തോണ്ട് വരാം. ഞാൻ നേരത്തെ ഏത് ഇതിൽ കയറിയല്ല, അതായത് ഗെയിം തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഫാമായിരുന്നു മോബ് ഫാം. കാരണം എനിക്ക് അത് മാത്രമേ അങ്ങനെ അറിയത്തുണ്ടായിരുന്നുള്ളൂ നല്ല വൃത്തിക്ക് ബെഡ്റോക്കില്. ബാക്കിയെല്ലാം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വില്ലേജർ ബ്രീഡറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ സെക്കൻഡ് പിന്നീട് ഞാൻ ഉണ്ടാക്കത്തുണ്ടായിരുന്നുള്ളൂ. ഗൈസ് 17 മിനിറ്റായി. ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും ഉള്ളൂ ഗൈസ്. അവസാനിപ്പിക്കുകയാണ് ഇവിടെ കൊണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അത് നിങ്ങളങ്ങ് പൊളിച്ചേക്കുക. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നേരം വരെ എല്ലാവർക്കും ബൈ.